ഹായ് ഗൈസ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റമൈന കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇറ്റ്സ് ഫൈൻ. എ നോർമൽ ഡേ ആക്ച്വലി. ലൈക്ക് ആസ് യൂഷ്വൽ ഉള്ള എല്ലാ ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെയുള്ളു. പിന്നെന്താ ഗായ്സ്, എനിക്ക് ഇന്ന് വേറൊരു ഡൗട്ടുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നേ, നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി ഓഫ് കോഴ്സ് അവരെ ശിക്ഷിക്കും. ലൈക്ക് ഇപ്പോൾ ഒരു പോലീസാണെങ്കിലും ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും അല്ലേ, അവരൊക്കെ എന്തെങ്കിലും ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിലും അവരൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി അവരെ ശിക്ഷിക്കും. അങ്ങനെയാണല്ലോ നമ്മളുടെ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സംഭവം. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെവിടെയാണ് എൻ്റെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോടതി എടുത്തു, അല്ലെങ്കിൽ കോടതി എടുക്കണ്ട, ഒരു കേസ് എടുത്തു നമ്മൾ. ആ കേസിൽ ഒരു വാദിയുണ്ട്, ഒരു പ്രതിയുണ്ട്. പ്രതിയുണ്ട്. വാദിക്ക് വേണ്ടി ഒരു വക്കീൽ, പ്രതിക്ക് വേണ്ടി ഒരു വക്കീൽ. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഫൈൻഡിങ്സിൻ്റെ ഒരു ഫൈനലി ആണല്ലോ നമ്മൾ ഹൂസ് ദ വാദി, ഹൂസ് ദ പ്രതി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് വെൻ ദ കേസ് കം ടു ക്ലോസ്, അവസാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദ ജഡ്ജി നോ അബൌട്ട് ദാറ്റ് പ്രതിയുടെ വക്കീൽ വാസ് ദ റോങ് പേഴ്സൺ. അല്ലേ, വക്കീൽ റോങ് ആണെന്നല്ല, ലൈക്ക് പ്രതിയുടെ വക്കീൽ എല്ലാം സത്യം അറിഞ്ഞിട്ട്, അതായത് കേസ് ക്ലോസ് ആകുമ്പം ജയിച്ച ആൾ വേറെ പ്രതി വേറെ. അപ്പം പ്രതിയുടെ വക്കീൽ ആണ് ഇതിലത്തെ മെയിൻ ഒരു സുട്ടാപ്പി അല്ലെങ്കിൽ ഒരു ഇതെന്നുള്ളത് കോടതിക്ക് അറിയാമല്ലോ. പ്രതി എന്താണെങ്കിലും എല്ലാ കാര്യവും പ്രതിയുടെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം വക്കീൽ ഓൾസോ തെറ്റിദ്ധരിപ്പിക്കൽ കോടതി അല്ലേ. അപ്പം എന്താണ് ഈ കോടതി ആ വക്കീലിനെ ഒന്നും പണിഷ് ചെയ്യാത്തത്? ആൻഡ് ഓൾസോ അവിടെ ഈ ക്രിമിനൽ വക്കീൽസ് എന്ന് പറഞ്ഞിട്ട് ദർ ഈസ് എ കാറ്റഗറി ഫോർ ദാറ്റ്. എനിക്കത് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. അതായത് ഒരു തെറ്റിന് വേണ്ടി ഒരാൾക്കാർ ഇതാക്കുന്നു, ശരിക്ക് വേണ്ടി ഒരാൾക്കാർ ഇതാക്കുന്നു. അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാവരും പഠിക്കുന്നത് ഒരു ലോ തന്നെയല്ലേ? ആണോ എനിക്കറിയില്ല കേട്ടോ. എനിക്കിതിൻ്റെ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയാനോ അറിയില്ല. പക്ഷെ സ്റ്റിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ലൈക്ക് എല്ലാവരും പഠിക്കുന്നത് ഒരു ലോ ആയിരിക്കും. പിന്നെ അതിലൊരു ഭാഗം മാത്രം എങ്ങനെയാണ് ക്രിമിനൽസിന് വേണ്ടി വാദിക്കുന്നത്, ഒരു ഭാഗം മാത്രം എങ്ങനെയാണ് വാദിക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പം അവിടെ എങ്ങനെയാണ് അവരത് ടാക്കിൾ ചെയ്യുന്നത്? ലൈക്ക് കോടതി എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? അപ്പോൾ കോടതിക്ക് അറിയാലോ ഒരു കേസ് അവസാനത്തിലേക്ക് എത്തി അതിൻ്റെ പ്രതി ശിക്ഷിക്കപ്പെടാൻ പോകുമ്പോൾ കോടതിക്ക് അറിയാലോ ഇത്രയും നാളും കോടതിനെ ലൂപ്പിലിട്ടത് അല്ലെങ്കിൽ കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ മെയിൻ ഒരാൾ ഈ വക്കീലാണെന്ന്. അപ്പോൾ ദ വക്കീൽ നോട്ട് ഗെറ്റ് എനി ആക്ഷൻ അഗെയിൻസ്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, സബ്മിറ്റ്മെൻറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്കൊരു ഭയങ്കര ഡൗട്ടുണ്ട്. എനിക്കതിങ്ങനെ കിടന്നിങ്ങനെ ചിറ്റുക. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ കോമൺ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വരുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ നാളെ വന്നിട്ട് പറയാം കേട്ടോ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ് സെക്ഷൻ പ്ലീസ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. സോ പ്ലീസ്, do you have any knowledge about this? Let me know through the comments. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ഗൈസ്.